ഹായ്, ഇന്ന് നമുക്ക് ഇതുപോലുള്ള ചുരിദാറുകൾ അൾട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മോഡൽ ചുരിദാർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല സിമ്പിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷേ നോക്കിയാൽ ഇതിൻ്റെ കഴുത്ത് ഒത്തിരി ഇറങ്ങി കിടക്കുകയാണ്. ആ ഷോൾഡറും വളരെ ലൂസാണ്, ഒട്ടും ടൈറ്റല്ല. പിന്നെ ആ ഫ്രണ്ട് പാർട്ട് നോക്കിയാൽ യോക്ക് പീസ് അത് വളരെ ഇറക്കം കൂടുതലാണ്. കറക്റ്റ് നിപ്പിൾ ലൈൻ അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, അതിങ്ങനെ ഒത്തിരി താഴ്ന്നു കിടക്കുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ലെവലാണ് നമ്മളെ ഈ ടോപ്പ്. ഞാനത് കറക്റ്റ് ചെയ്ത ശേഷം ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്ത് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ നോക്കാം. കൈക്കുഴി ഭാഗം കറക്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളെ ടോപ്പ് ഇടാൻ പറ്റും. ഈ വീഡിയോയിൽ എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാവണേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. ഈ ടോപ്പിന് നമുക്ക് വേണ്ടി തയ്പ്പിച്ച പോലെ ആക്കിയെടുക്കാം. സിമ്പിൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. വീഡിയോയിലേക്ക് പോകാം. 4 പ്രധാന പ്രശ്നങ്ങളാണ് നമ്മളിവിടെ പരിഹരിക്കാൻ പോകുന്നത്. ഈ ഒരു ലെങ്തിൻ്റെ ഇറക്കം കൂടുതലാണ് യോക്ക് പാർട്ടിൻ്റെ. അതേപോലെ കഴുത്തിറക്കം കൂടുതലാണ്. ഈ ഷോൾഡർ ഭാഗം നമുക്ക് ലൂസാണ്. പിന്നെ കൈക്കുഴി ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ഷോൾഡറൊന്നും അഴിക്കുന്നില്ല കേട്ടോ. നമുക്ക് തുന്നൽ അഴിക്കുന്നതിന് ഭയങ്കര മടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് മാത്രം അഴിച്ചെടുക്കാം. ഷോൾഡർ നോക്കി എന്താണ് ചെയ്യുന്നതെന്ന്. ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചില്ലേ, നമ്മൾ ഫ്രണ്ട് ബാക്കും ജോയിൻ ചെയ്ത അതിൽ കറക്റ്റായിട്ട് കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ടോപ്പിന് ഇറക്കം കൂടുതലായതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ടോപ്പിന് ഇറക്കം കുറയരുതെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അഴിച്ചെടുത്തേ പറ്റും. അപ്പോൾ 2 വശവും കട്ട് ചെയ്ത് മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ കഴുത്തിൻ്റെ 2 വശത്തും 2 അളവാണ്. ഒരു വശത്ത് കുറച്ചധികം ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും കഴുത്തിൽ ലൂസ് വരുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം കറക്റ്റ് ചെയ്യാം. റെഡിമെയ്ഡ് ടോപ്പുകൾ നമ്മളൊന്ന് അഴിച്ച് നോക്കുമ്പോഴാണ് പല ഭാഗത്തും ഇതുപോലെ നീളം കൂടിയും കുറഞ്ഞും. പിന്നെ അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തയ്ക്കുമ്പം സ്പീഡിൽ തയ്ക്കുമ്പോഴും തയ്യൽ തുമ്പ് കൂടുകയും കുറയുകയും ചെയ്യുമ്പം ഒരു വശം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. നമുക്ക് സമയമുള്ളവർക്ക് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ നമുക്കിതിപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു വശത്ത് അധികമുള്ള ആ 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഷോൾഡർ ആദ്യം അങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്ത് പിന്നീട് ഈ അധികമുള്ള സൈഡ് മാത്രം ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി. ഇനിയാണ് നമ്മളതിനെ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് 2 വശവും നന്നായിട്ട് നേരെ ചുളിവൊന്നും ഇല്ലാതെ ഇടണം. ഇനി നമുക്കിത് വരച്ചിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ച് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ കൈ വെച്ച് തയ്ക്കുന്ന ഭാഗത്ത്. നെക്കിൻ്റെ സൈഡിൽ 3/4 ഇഞ്ച്. നേരെ തിരിച്ചല്ല കേട്ടോ. അതായത് നെക്ക് കുറയ്ക്കാൻ വേണ്ടി നെക്കിൻ്റെ സൈഡ് 1 ഇഞ്ചും ഇപ്പുറത്ത് 3/4 ഇഞ്ചും അല്ല. അപ്പോൾ ഷോൾഡറിന് നമുക്ക് എന്തായാലും ചരിവ് കൊടുത്തേ പറ്റൂ. ഇവിടെ 1/4 ഇഞ്ച് വ്യത്യാസമേ വരുന്നുള്ളൂ. സാധാരണ നമ്മൾ അങ്ങനെയല്ല, മൊത്തത്തിൽ 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ ചരിവ് വരും. ഇവിടെ 1/4 ഇഞ്ച് വ്യത്യാസമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിന് മുന്നേ തന്നെ ഷോൾഡർ ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ആവശ്യത്തിലധികം എടുക്കാത്തത്. ഇനി അപ്പുറത്തെ ഷോൾഡറിലും നമുക്ക് ഇതുപോലെ തന്നെ ചരിച്ച് കട്ട് ചെയ്യാം. നമ്മുടെ ഷോൾഡറിൻ്റെ മുന്നേ തയ്ച്ച തയ്യൽ തുമ്പ് അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുമ്പം അതെല്ലാം പോവും. ഫ്രഷ് ആയിട്ട് നമുക്ക് നെക്കും ഷോൾഡറും എല്ലാം കിട്ടും. ഷോൾഡർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് തെന്നി മാറി പോവാതിരിക്കാൻ വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഷോൾഡർ ഇതുപോലെ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം 2 വശത്തും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഴിച്ച് വരയ്ക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒതുങ്ങിയ നെക്കാണെങ്കിൽ, അതേപോലെ ബാക്ക് നെക്ക് ഇറക്കം കുറവാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുറച്ചധികം കുഴിച്ച് കട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കഴുത്ത് വെട്ടി പോകുന്നില്ലല്ലോ അധികം. അപ്പോൾ നമുക്ക് അവിടെ തുണി ഒത്തിരി അധികം കിടക്കും. അത് നമുക്ക് ചുളുക്കായിട്ട് വരും. അതുപോലെ ബാക്ക് നെക്ക് ഇറങ്ങാത്ത ഒരു ഷോൾഡറിനും നമ്മൾ ആ ബാക്ക് കൈക്കുഴി ഒരുപാട് കയറ്റി കട്ട് ചെയ്യരുത്. ബാക്ക് നെക്ക് ഇറങ്ങാത്തത് കൊണ്ട് അവിടെ ഒരു വലിവ് വരും. ഇതിലും ഞാൻ ബാക്ക് കൈക്കുഴി കട്ട് ചെയ്യാത്ത അതുകൊണ്ടാണ്. ബാക്ക് നെക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാക്ക് കൈക്കുഴിയും കുറച്ചുകൂടി കട്ട് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ ബാക്ക് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. 1 ഇഞ്ചോളം അവിടെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്യാം.
സ്ലീവ് ആദ്യം ഇതുപോലെ നേരെ ഇടണം. ചുളിവൊന്നും ഇല്ലാതിട്ട ശേഷം നമുക്കതിന് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. അധികമൊന്നുമില്ല, കൈ നീളം കുറയ്ക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ ഷേപ്പ് കട്ട് ചെയ്ത ശേഷം നമുക്കിനി മുൻവശത്ത് വരുന്ന ഭാഗങ്ങളൊന്ന് കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗത്തുനിന്ന് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യണം. പകുതി തച്ച് വെച്ചിരിക്കുന്ന സ്ലീവ് അല്ലേ ഇത്, അപ്പോൾ നമുക്കിങ്ങനെ ഒന്നൊന്നായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് നമ്മൾ കുഴിച്ച് കിട്ടിയപ്പോഴും അങ്ങനെയായിരുന്നു, ഈ സ്ലീവും അങ്ങനെ. ഇപ്പോൾ ഒരു സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം കട്ട് ചെയ്ത ഭാഗത്തൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ സ്ലീവ് അങ്ങ് എടുത്ത് മാറ്റിയ ശേഷം അടുത്ത സ്ലീവിൻ്റെ ഇപ്പോൾ ടേബിളിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് വേണം കുഴിച്ച് കട്ട് ചെയ്യാൻ. ഇതും കൂടി കഴിഞ്ഞാൽ കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് തച്ച് തുടങ്ങാം. ബാക്ക് നെക്കിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ചു മാറ്റാം. അപ്പോൾ ബാക്കിൽ ആ പുറമേ കാണുന്ന സ്റ്റിച്ച് അഴിച്ച് മാറ്റിയ ബാക്ക് പീസ് ഇതാ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കണം. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം. എന്നിട്ട് ഇത് ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കാം. കെട്ടിട്ട ശേഷം കൊടുക്കാം. അതിങ്ങേറ്റം വരെ നമുക്ക് തയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് തയ്ക്കണം. അതായത് നമ്മൾ നെക്ക് തച്ച ബാക്കിൻ്റെ നെക്ക് തച്ച പീസെല്ലാം എവിടെ കിടക്കുന്നത്, അതിനെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ മാക്സിമം ചേർത്ത് തന്നെ വയ്ക്കണം. കുറച്ച് അവിടെ ഇട്ടിട്ട് വയ്ക്കരുത്. മാക്സിമം ഇങ്ങനെ ചേർത്ത് തന്നെ മടക്കി കൊണ്ടുവരണം. ഇങ്ങനെ ചേർത്ത് മടക്കി കൊണ്ടുവന്നില്ലെങ്കിൽ നല്ല വശം നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വീർത്തിങ്ങനെ തടിച്ച് നിൽക്കും. ഇതിപ്പോൾ നോക്കിയാൽ നമ്മളിങ്ങനെ മാക്സിമം ചേർത്ത് വെച്ചാണ് തയ്ച്ച് കൊണ്ടുവന്നത്. ഇത് ഇനി നമ്മൾ നല്ല വശം എടുക്കുമ്പോൾ ഒരേ ലെവലിൽ കിട്ടും. നമുക്ക് നല്ല വശം എടുത്ത് നോക്കാം. ഇതേ രീതിക്ക് തന്നെ അപ്പുറത്തും തയ്ക്കണം കേട്ടോ. അപ്പോൾ അതാ എടുത്ത് നല്ല വശം എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ ഒരേ ലെവലിൽ നമുക്ക് ഷോൾഡർ കിട്ടും. ഇനി അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ബാക്ക് പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുന്നു. കൃത്യമായിട്ട് ഈ ജോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് വയ്ക്കുന്നു. അതിനുശേഷം കഴുത്ത് വെച്ച് തച്ച പീസും ലൈനിങ്ങും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അതിനെ നേരത്തെ തച്ച പോലെ നമുക്ക് മടക്കി തയ്ക്കാം. ഇപ്പുറത്ത് നോക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു ചുളുക്ക് ഇടുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന റെഡിമെയ്ഡ് ടോപ്പല്ലേ, നമ്മൾ തയ്ച്ചതൊന്നും അല്ല ഫ്രണ്ട് നെക്ക്. അപ്പോൾ അവിടെ ആ ലൈനിങ്ങിൽ കുറച്ച് അധികം കിടപ്പുണ്ട്. അതിനെ നമ്മൾ അവിടെ ചുളുക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങേ അറ്റത്ത് വരും. അതായത് നമ്മൾ കഴുത്തിൻ്റെ അറ്റത്ത് വരും. അവിടെ നീറ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അധികം ഉള്ളതിനൊക്കെ നമ്മൾ ഇടയ്ക്ക് ചുളുക്കിട്ടങ്ങ് വിട്ടു കൊടുത്താൽ മതി. ഇങ്ങേ അറ്റം നീറ്റായി കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തും നല്ലപോലെ ചേർത്ത് അധികം ഒന്നും ഇടാതെ ചേർത്ത് തന്നെ മടക്കി നമുക്ക് ഷോൾഡർ നീറ്റാക്കി എടുക്കാം. ടോപ്പിൻ്റെ മുൻവശം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവും കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫ്രണ്ടിൽ ഒരേപോലെ വരത്തക്ക നമുക്ക് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അൾട്രേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം കറക്റ്റായി. അതേപോലെ തന്നെ ആ ഫ്രണ്ടിൻ്റെ ഭംഗി നോക്കിയേ, ഷോൾഡർ തൊട്ടുള്ള ആ യോക്കിൻ്റെ ലെങ്ത് കുറഞ്ഞപ്പം എത്ര ഭംഗിയായിട്ടിരിക്കുന്നു നോക്കിയേ. നേരത്തെ ഇത് ഒത്തിരി താഴ്ന്നിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പിനത് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ടോപ്പ് കിട്ടുമ്പോൾ നമുക്കതൊന്ന് സമയം കളഞ്ഞ് കുറച്ച് ശരിയാക്കി എടുത്താൽ നല്ല സൂപ്പറായിട്ട് ഇടാൻ പറ്റും. ചുരിദാറിൻ്റെ അൾട്രേഷൻ വീഡിയോ, അതേപോലെ ബ്ലൗസിൻ്റെ ചുളിവുകളൊക്കെ മാറ്റുന്നതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീഡിയോയും ഈ ചാനലും ഒക്കെ ഇഷ്ടമാവുന്നൊരു ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് ഇട്ടേക്കണേ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.